പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ആത്മവന്ദന സൃഷ്ടിയിലേക്ക് എല്ലാവരും ഇന്ന് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു. 119 24 വാക്യം, Psalms 119 verse 24. നല്ല ഒരു ആലോചനക്കാരനെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യനെ നല്ല വഴിയിലേക്ക് നടത്താനും തെറ്റാ വഴിയിലേക്ക് തിരിക്കാനും ആലോചനക്കാർക്ക് കഴിയും. ഒരു നല്ല ആലോചനക്കാരൻ നല്ല മനസ്സിനുടമയായിരിക്കും. എന്നാൽ ഏറ്റവും വലിയൊരു ആലോചനക്കാരനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. അത് നമുക്ക് ഇവിടെ കാണുന്നത് 24 കാണുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രമോദവും എൻ്റെ ആലോചനക്കാരും ആകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ്? നമ്മുടെ ആലോചനയാണ്. ഈ ലോകത്തിലെ എല്ലാ ആലോചനക്കാരും മനുഷ്യൻ്റെ കല്ലറ വരെയുള്ള കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ ദൈവവചനം നമുക്ക് ആലോചനക്കാരനാകുന്നത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും നിത്യരക്ഷയുടെ കാര്യങ്ങളിലാണ്. പ്രിയരെ, നാം അറിയുക, ദൈവവചനം നമുക്ക് ഉപദേശം തരുന്ന നല്ല ആലോചനക്കാരുടെ ഒരു സമൂഹം ആണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് ആലോചന തന്ന് നമ്മളെ എന്ത് ചെയ്യുന്നു? എല്ലാ കാലത്തും വഴി നടത്തും. ഒരുപക്ഷെ നമ്മുടെ വേദനയുടെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ, നമ്മുടെ ബലഹീനതയുടെ തമ്മിൽ, നമ്മുടെ അറിവ് കുറയുന്ന സമയങ്ങളിൽ, നമുക്ക് ആരും നമ്മുടെ തുണയില്ലാതിരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവവചനം നമുക്ക് ആലോചനക്കാരനായി കൂടെ ഇരിക്കും. ഇന്ന് പ്രഭാതത്തിലും എനിക്ക് ആവശ്യത്തിൽ ഒരു ആലോചന ലഭിക്കുന്നില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവവചനത്തിൽ ഉറയ്ക്കുമെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നിങ്ങളോട് തന്നെ സംസാരിക്കും. ഒരുപക്ഷെ ദൂരസ്ഥലത്ത് നിന്നോ നിങ്ങളിൽ നിന്നോ ഒരു ദൈവദാസന്മാർ പോലും നിങ്ങളുടെ ഭവനത്തിൽ വരണ്ട. നിങ്ങളോട് ഇന്ന് പ്രഭാതത്തിലും നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ദൈവവചനത്തിലൂടെ നിങ്ങളെ ഉറപ്പിക്കും. അതിന് ആഗ്രഹിക്കുന്നവരേ ഉള്ളൂ കേട്ടോ. അതിൽ വിശ്വസിക്കാതെ പലപ്പോഴും നമ്മൾ ഇന്ന വ്യക്തികളൊക്കെ ആശ്രയിക്കുമ്പോൾ പക്ഷെ അത് ഒരുപക്ഷെ നടന്നു എന്ന് വരത്തില്ല. എന്നാൽ ദൈവവചനം എന്നോട് ഇടപെടും ഇന്ന് പകൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകൾ മടക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചനക്കാരനായി ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഇടപെടുവാനിടയിൽ. ആകയാൽ തിരുവചനം നമുക്കൊരു ഉത്തമ ആലോചനക്കാരനായി തീരട്ടെ. അത് നമ്മുടെ സകല ഭയങ്ങൾ നമ്മളെ ധൈര്യപ്പെടുത്തി, ദുഃഖങ്ങൾ നമുക്ക് ആശ്വാസം തന്നു, പരീക്ഷകൾ നമ്മളെ താങ്ങി, സത്യത്തിൻ്റെ പാതയിൽ നമ്മളെ നടത്തി, മരണകാലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ആ മരണഭീതിയായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യാശ നൽകി നമ്മളെ എന്ത് ചെയ്യുന്നു? മുൻപോട്ട് ഈ ആലോചനക്കാരൻ നടത്തും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ നല്ല ആലോചനയെ പ്രാപിക്കുവാൻ നമ്മുടെ കാതുകളും കണ്ണുകളും ഒക്കെ തുറക്കാം, ഹൃദയം തുറക്കാം. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നല്ല ആലോചന വചനത്തിലൂടെ നൽകി തരിക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ജീസസ്.